നമസ്കാരം. CPM-ൽ നിന്നും ഇനിയും നേതാക്കൾ BJP-യിലേക്ക് എത്തുമെന്നും തെക്കൻ കേരളത്തിൽ നിന്നും ഉന്നതനായ നേതാവിന്റെ മകൻ പാർട്ടിയിലേക്ക് വരാൻ തന്നോട് ചർച്ച നടത്തിയെന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയിലേക്ക് വരുന്നതിനായി നിരവധി ആളുകൾ തയ്യാറായിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് മാറോളി ഘട്ടിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. തെക്കൻ കേരളത്തിലെ ഉന്നതനായ ഒരു നേതാവിന്റെ മകൻ ഇക്കാര്യം തന്നോട് ഫോണിൽ സംസാരിച്ചു. ആര് വന്നാലും സ്വീകരിക്കുക എന്നതാണ് പാർട്ടിയുടെ നയം. കണ്ണൂരിലെ മണ്ണ് 300-ലേറെ ബലിദാനികൾ ഉള്ളതാണ്. CPM ആണ് ഇവിടെയൊക്കെ സൃഷ്ടിച്ചത്. ചെങ്കൊടി പിടിച്ച് ആര് വന്നാലും പൊളിച്ചടുക്കി കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇത് ശോഭാ സുരേന്ദ്രന്റെ മിടുക്കല്ല. താൻ പിടിച്ച താമര ചിഹ്നമുള്ള കൊടി കണ്ടാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നും ആളുകൾ വരുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. താൻ നിലവാരമില്ലാത്തയാളാണെന്നാണ് EP ജയരാജൻ പറയുന്നത്. പാർട്ടിയിൽ ചേരാനായി പിന്നെ എന്തിനാണ് ഹോട്ടൽ മുറിയിലെ 109-ാം മുറിയിൽ താനുമായി ചർച്ച നടത്താൻ EP ജയരാജൻ വന്നതെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. CPM-ന്റെ കോട്ടയായ വയലാറിലും പുന്നപ്രയിലും താമര ചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പതിഞ്ഞത്. ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ വന്ന ഒരു നേതാവ് മാത്രമല്ല, CPM-ൽ നിന്നും ഒഴുക്കുണ്ടാവുമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. കൂത്തുപറമ്പ് ഉൾപ്പെടെ കണ്ണൂരിലെ ഒരു മണ്ഡലവും പാർട്ടിക്ക് ബാലികേറ മലയല്ല. വെറും 2% വോട്ടുള്ള ത്രിപുരയിൽ അധികാരം പിടിക്കാമെങ്കിൽ 20% വോട്ട് ഉയർത്തി കേരളത്തിലും അത് സാധ്യമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ 23 MLA-മാർ BJP-യുടെ പ്രതിനിധികളായി കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം BJP നേതൃത്വം തിരക്ക് കാണിച്ചില്ലായിരുന്നെങ്കിൽ EP ജയരാജൻ BJP-യിൽ നിന്ന് എത്തിയേനെ എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണനും പറഞ്ഞു. ഏതെങ്കിലും സംസ്ഥാനത്തെ BJP-യുടെ പ്രതിനിധിയായോ ഗവർണറായോ ജയരാജൻ മാറിയേനെയെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. G സുധാകരൻ മനസ്സുകൊണ്ട് BJP അംഗത്വം എടുത്തെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഇതിനിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ CPM നേതാവ് G സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. സുധാകരന്റെ വസതിയിലെത്തിയാണ് വേണുഗോപാൽ കണ്ടത്. സൗഹൃദ കൂടിക്കാഴ്ചയാണ് എന്നായിരുന്നു വേണുഗോപാലിന്റെ പ്രതികരണം. കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് രൂക്ഷമായാണ് G സുധാകരൻ പ്രതികരിച്ചത്. തന്നെ കാണാൻ പലരും വരാറുണ്ട്. തന്നെ ഒരു പ്രധാന നേതാവായി ആളുകൾ കാണുന്നുണ്ട്. അത് തന്റെ പൊതുപ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ്. പാർട്ടി മാനദണ്ഡം അനുസരിച്ചാണ് താൻ സ്ഥാനമൊഴിഞ്ഞത്. മാധ്യമങ്ങൾ വാർത്തകൾക്കായി വിവാദമുണ്ടാക്കുകയാണ്. പ്രായപരിധി തങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. പറയാത്ത കാര്യങ്ങളാണ് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നും സുധാകരൻ പറഞ്ഞു. അതേസമയം BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി എത്തിയിരിക്കുകയാണ് BJP യുവമോർച്ച ഘടകം. കണ്ണൂർ അഴീക്കോട്ടെ ജയകൃഷ്ണൻ അനുസ്മരണത്തിനിടെയാണ് കൊലവിളി മുദ്രാവാക്യം ഉയർന്നത്. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയും പങ്കെടുത്ത റാലിയിലാണ് കൊലവിളി മുദ്രാവാക്യം. സന്ദീപ് വാര്യർ ബലിദാനികളെ അപമാനിച്ചയാളാണെന്നും പാർട്ടിയെ വഞ്ചിച്ചെന്നും മുദ്രാവാക്യത്തിൽ പറയുന്നു. പാലക്കാട് നഗരത്തിൽ സന്ദീപ് വാര്യരെ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ല. അവിടെ വെച്ച് സന്ദീപ് വാര്യരോട് കണക്ക് തീർത്തോളാമെന്നാണ് മുദ്രാവാക്യത്തിൽ ഉടനീളം പറയുന്നത്. എന്തായാലും ഈ പ്രകടനം വലിയ രീതിയിലുള്ള വിമർശനം ഏൽക്കുന്നുണ്ട്, വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്.